BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഗോശ്രീ ജംഗ്ഷനിൽ ജിഡഭൂമിയിൽ ഷെഡ് കെട്ടി അനധികൃത മീൻ കച്ചവടം നടത്തിയിരുന്നവരെ പോലീസ് സഹായത്തോടെ ഭാഗികമായി നീക്കി. JCB ഉപയോഗിച്ച് 5 ഷെഡും മീൻതട്ട് പൊളിച്ചു മാറ്റി. വൈപ്പിൻ ഫിഷ് ലാൻഡിംഗ് സെന്ററിലേക്കുള്ള വഴി തുറക്കാനാണ് എളങ്കുന്നപ്പുഴ പഞ്ചായത്ത്, ജിഡ, ഹാർബർ എഞ്ചിനീയറിംഗ് എന്നിവയുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ഒഴിപ്പിച്ചത്. ഇതിനടുത്തുള്ള മറ്റ് മീൻ വിൽപ്പന കടകൾ തുടരുകയാണ്. ഉപജീവന മാർഗം ഇല്ലാതാക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി ഷെഡ് പൊളിക്കുന്നത് തടയാൻ ശക്തമായ പ്രതിഷേധവുമായി കച്ചവടക്കാരെത്തി. JCBയുടെ മുൻപിൽ നിന്ന് അവർ അധികൃതരോട് കയർത്തു. പോലീസ് അവരെ അനുനയിപ്പിച്ചു. പിന്മാറിയതോടെ ഷെഡുകളിലെ വസ്തുക്കൾ അവരും നീക്കം ചെയ്തു. അനധികൃത കയ്യേറ്റം ഒഴിയണമെന്നാവശ്യപ്പെട്ട് 2 മാസം മുൻപ് എളങ്കുന്നപ്പുഴ പഞ്ചായത്തും ജിഡയും ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനെതിരെ കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചില്ല. ജിഡ സെക്രട്ടറി രഘുരാമൻ, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി MM ആന്റണി, ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വൈഗായ, അസിസ്റ്റന്റ് എഞ്ചിനീയർ MK സജീവ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഷൈനി ഇബ്രഹാം എന്നിവരും മുളവുകാട് SI തോമസ് പള്ളന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് കൊച്ചിയിൽ നിർമ്മിക്കുന്ന മറൈൻ ഇക്കോ സിറ്റിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം ഈ വർഷം ആരംഭിക്കും. മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ പദ്ധതി പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തി. തടസ്സങ്ങൾ നീക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട അനുമതി പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി അനുമതി ഉൾപ്പെടെ പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മറൈൻ ഡ്രൈവിൽ മംഗളവനത്തിന് സമീപത്തായി ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള 17 ഏക്കർ സ്ഥലത്താണ് മറൈൻ ഇക്കോ സിറ്റി നിർമ്മിക്കുക. പദ്ധതിക്ക് മൊത്തം 2 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചിലവ്. 3570 കോടി രൂപ വിപണി മൂല്യമുണ്ടാകും. ഒന്നാംഘട്ട നിർമ്മാണത്തിന് 486 കോടി രൂപ ചിലവ് വരും. പുതുക്കിയ രൂപരേഖയും എസ്റ്റിമേറ്റും നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തയ്യാറാക്കി. ഒന്നാംഘട്ട നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചതിൽ റായ്പൂർ കേന്ദ്രമായ DV പ്രൊജക്ട് ലിമിറ്റഡ്, സ്വദേശി സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 2 കമ്പനികളാണ് രംഗത്തുള്ളത്. മാഞ്ഞാലിത്തോട്ടിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനാൽ ഏക്കർ കണക്കിന് നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ. വേനൽ മഴയും കനാലുകളിലെ ജലവിതരണവും മൂലമാണ് തോട്ടിൽ വെള്ളം ഉയർന്നത്. തോടിന്റെ ഇരുകരകളിലുമായി പാറക്കടവ്, നെടുമ്പാശ്ശേരി പഞ്ചായത്തുകളിലും അങ്കമാലി നഗരസഭാ പ്രദേശത്തും വർഷങ്ങളായി തരിശു കിടന്ന സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്താണ് നെൽകൃഷി ചെയ്തു തുടങ്ങിയത്. വിളവെടുപ്പിന് പാകമായപ്പോഴാണ് വേനൽ മഴ പെയ്തത്. ഇടതുകര, ഇടമലയാർ ഇറിഗേഷൻ പദ്ധതികളിൽ നിന്ന് അധികമായി ജലം തോട്ടിലെത്തിയത് ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായി. ഇത് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അധിക ജലം ഷട്ടറുകൾ ഉയർത്തി ഒഴുക്കിവിടണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ അങ്കമാലി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജപ്പാൻ ജലവിതരണ പൈപ്പ് വീണ്ടും പൊട്ടി. ഇനി 28 വരെ ജലവിതരണം നിലയ്ക്കുമെന്നാണ് ജല അതോറിറ്റിയുടെ അറിയിപ്പ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച എരമല്ലൂർ കണ്ണംകുളങ്ങരയ്ക്ക് സമീപം പൊട്ടിയ പൈപ്പ് നന്നാക്കി ജലവിതരണം ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചപ്പോഴാണ് കോടംതുരുത്ത് ജലസംഭരണിക്ക് സമീപം വീണ്ടും പ്രധാന പൈപ്പ് പൊട്ടിയത്. ഇതോടെ 6 പഞ്ചായത്തുകളിൽ ജലവിതരണം പൂർണ്ണമായും നിലച്ചു. കുടിനീരിന് വേണ്ടി ആയിരക്കണക്കിന് കുടുംബങ്ങൾ പരക്കം പായുകയാണ്. ഒട്ടേറെ പേർ പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങുകയാണ്. വീട്ടാവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതായതോടെ പല വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾക്കിടയിലാണ് 2 സ്ഥലത്ത് പൈപ്പ് പൊട്ടിയത്. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും ഉയരപ്പാത നിർമ്മാണ കമ്പനി അധികൃതരുടെയും അനാസ്ഥയാണ് അടിക്കടിക്ക് പൈപ്പ് പൊട്ടുന്നതിന് കാരണം. ജല അതോറിറ്റി അധികൃതരെ അറിയിക്കാതെയാണ് ഉയരപ്പാത നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാർ പലപ്പോഴും റോഡിൽ കുഴിയെടുക്കുന്നത്. കുടിവെള്ള പൈപ്പ് കടന്നു പോകുന്ന ഭാഗം ഉയരപ്പാത നിർമ്മാണ കമ്പനിയുടെ അതിഥി തൊഴിലാളികൾക്ക് തിട്ടമില്ല. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കുഴിയെടുക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും അതൊന്നും തന്നെ പാലിക്കാറില്ല. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി ടെർമിനലിൽ നിന്നുള്ള സർവീസ് ഓണത്തിന് മുൻപ് തുടങ്ങിയേക്കും. ഇതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ടെർമിനലിന് സമീപമുള്ള ചെളി നീക്കൽ ആരംഭിച്ചു. ടെർമിനലിലേക്ക് വൈദ്യുതി കണക്ഷനുള്ള KSEB നടപടികൾ പ്രാരംഭഘട്ടത്തിലാണ്. ജെട്ടിയോട് ചേർന്ന് ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ സ്ഥാപിക്കാനുണ്ട്. 2020 ആദ്യഘട്ട സർവീസ് നടത്തേണ്ട ജെട്ടിയാണിത്. പലവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനം നീളുകയായിരുന്നു. ആദ്യം ടെൻഡർ എടുത്തിരുന്ന കരാറുകാരനെ ഒഴിവാക്കി 2ാം തവണ ടെൻഡർ നടത്തിയാണ് നിർമ്മാണം ആരംഭിച്ചത്. 100 ദിവസത്തിനകം ജെട്ടി പൂർത്തീകരിക്കാൻ കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചിരുന്നെങ്കിലും പൂർത്തീകരിക്കാനായില്ല.
മാലിന്യം നിറഞ്ഞ ഫോർട്ട് കൊച്ചി കടൽ തീരത്തെക്കുറിച്ചുള്ള വിദേശിയുടെ വീഡിയോ വിവാദമാകുന്നു. ഡെൻമാർക്കിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിയാണ് കടപ്പുറത്തെ മാലിന്യ കൂമ്പാരവും ശുചിത്വമില്ലായ്മയും അധികൃതരുടെ അവഗണനയും രൂക്ഷമായി വിമർശിച്ച് വീഡിയോ ചിത്രീകരിച്ചത്. ഡേർട്ടി ബീച്ച് ഇൻ ഇന്ത്യ എന്നതാണ് 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ വിഷയം. തനിക്ക് ഇത്രയും മോശമായ മറ്റൊരു ബീച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.